ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ബ്ലൂ ലീഫ് ലോട്ടസ്. അപ്പോൾ ഇന്ന് നമ്മുടെ മോഷൻ ലെസൻ്റെ ഫിസിക്സിൻ്റെ സെക്കൻഡ് ലെസൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ. ആ ഒരു ടോപ്പിക്ക് നിർത്തിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അല്ലേ? ഓർക്കുന്നുണ്ടാവുമല്ലോ, നമ്മൾ നോൺ യൂണിഫോം വെലോസിറ്റി വരെ ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ നോൺ യൂണിഫോം സ്പീഡ് വരെയായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ എന്താണെന്ന് നോക്കാം. ആക്സിലറേഷൻ ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അതായത് ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി, അതൊരു വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിൻ്റെ റേറ്റിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് എന്ത്? ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ഇക്വേഷൻസ് എന്തൊക്കെ നോക്കിയിരുന്നു? നമുക്കൊന്ന് നോക്കാം, റിവൈൻഡ് ചെയ്ത് നോക്കാം. വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് വിളിക്കാം. ഇനി ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ബൈ ടൈം. അപ്പം നമുക്ക് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ബൈ ടൈം ഓൾ ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഡിസ്റ്റൻസ് ബൈ ടൈം ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കാം അല്ലേ, രണ്ട് ഡിവിഷൻ വരാൻ നേരത്ത് 1 ബൈ ടൈം വിച്ച് വിൽ ബി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം സ്ക്വയർ. അപ്പോൾ ഒരു വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് സാധാരണ എന്ത് വരുന്നത്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞൊരു ടേം ഡിഫൈൻ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോഴും എന്ത് വരാറുണ്ട്? ആക്സിലറേഷൻ വരാറുണ്ട്. ഇൻ കേസ് യൂണിഫോം വെലോസിറ്റി ആണെങ്കിലും ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുവാണ്, അപ്പോൾ എന്ത് പറ്റും? അവിടെ ആക്സിലറേഷൻ വരും. അതെന്തുകൊണ്ടാണ്? ഡയറക്ഷന് ചേഞ്ച് ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സാമ്പിൾ നോക്കാം. നമ്മൾ എയിൽ നിന്നും ബിയിലേക്ക് ട്രാവൽ ചെയ്യുവാണ്. അപ്പോൾ ഇതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 5 സെക്കൻഡ്സ് ആണ്, എയിൽ നിന്നും ബിയിലേക്ക്. അപ്പോൾ എയിലെ വെലോസിറ്റി എന്താണ്? 10 മീറ്റർ പെർ സെക്കൻഡും ബിയിലത് 20 മീറ്റർ പെർ സെക്കൻഡും. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ എന്ത്? ആക്സിലറേഷൻ. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെ എഴുതും? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമിനെയാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്? ആക്സിലറേഷൻ. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ എയിലെ വെലോസിറ്റി ആണെന്ത്? ഇനിഷ്യൽ വെലോസിറ്റി. ആൻഡ് ബിയിലെ വെലോസിറ്റി ആണെന്ത്? ഫൈനൽ വെലോസിറ്റി. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഓൾ ഡിവൈഡഡ് ബൈ ടൈം ഉണ്ടല്ലേ. അങ്ങനെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ടേം കിട്ടുക. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഫൈനൽ വെലോസിറ്റീനെ വി എന്നും ഇനിഷ്യൽ വെലോസിറ്റീനെ യു എന്നും ടൈം ടേക്കൺ ഇൻ ബിറ്റ്വീൻ നമ്മൾ ടി എന്ന് വിളിച്ചാൽ വി മൈനസ് യു ബൈ ടി, അതായത് 20 മൈനസ് 10 ബൈ 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10 ബൈ 5 വിച്ച് വിൽ ബി ഈക്വൽ ടു 2. ഇനി ഇതിൻ്റെ യൂണിറ്റ്, ആക്സിലറേഷൻ്റെ യൂണിറ്റ്, വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഇനി ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ രണ്ടും കൂടെ ചെയ്യാൻ നേരത്തെ എന്ത് കിട്ടും? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ നോക്കിയില്ലേ, ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ എന്ന്. അതുപോലെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് അവിടെ നിന്നാണെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ക്ലിയർ ആയോ? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ബിയിൽ നമ്മൾ ഫൈനൽ വെലോസിറ്റിയും എ ഇനിഷ്യൽ വെലോസിറ്റിയുമായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ആണ് എന്ത്? ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ, ഫൈനൽ വെലോസിറ്റി വി, ഇനിഷ്യൽ വെലോസിറ്റി യു. അപ്പോൾ വി മൈനസ് യു ബൈ ടി എന്ന് പറയുന്നത് എന്താവും? 20 മൈനസ് 10 ബൈ 5. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടി? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് എയിൽ നിന്നും എഫ് വരെയുള്ള ഒരു വെലോസിറ്റിയും ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ ടു ബി ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 5 മീറ്റർ സെക്കൻഡും യു ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡും ഇൻ ബിറ്റ്വീനുള്ള ടൈം 5 സെക്കൻഡ്സുമാണ്. അപ്പോൾ വി മൈനസ് യു എന്ത് കിട്ടി? 5 തന്നെ കിട്ടി. 5 ബൈ 5 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എ ടു ബിയിലെ ആക്സിലറേഷൻ. ഇനി നെക്സ്റ്റ് ബി ടു സി നമുക്ക് കൺസിഡർ ചെയ്യാം. ബി ടു സി കൺസിഡർ ചെയ്യാൻ നേരത്ത് ഫൈനൽ വെലോസിറ്റി സിയിലുള്ള 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ഇനിഷ്യൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ബിയിലുള്ളതുമാണ്. ഇൻ ബിറ്റ്വീൻ 10 മൈനസ് 5 സെക്കൻഡ്സ് ആണുള്ളത്. അപ്പോൾ വി മൈനസ് യു എന്ത് കിട്ടി? എഗെയിൻ 5 തന്നെ കിട്ടി. വി മൈനസ് യു ബൈ ടി ആക്സിലറേഷനും 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെ കിട്ടും. നെക്സ്റ്റ് സി ടു ഡി, അവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല, പക്ഷേ ടൈം 5 സെക്കൻഡ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അവിടെ ആക്സിലറേഷൻ ഇല്ല, 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കാരണം എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇനി അടുത്ത കേസ് ഡി ടു ഇ, ഇയിലായിരിക്കും ഫൈനൽ വെലോസിറ്റി. അത് എത്രയാണ് ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇയിലെ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡ്, പിന്നെ ഡിയിലത്
10 മീറ്റർ പെർ സെക്കൻഡുമാണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ത് കിട്ടി? -4 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി അല്ലേ? അപ്പോൾ ടൈം ആസ് യൂഷ്വൽ ടൈം ഇൻ്റർവെൽ എത്രയാണ്? 5 സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആക്സിലറേഷൻ കിട്ടിയത്? -0.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് ഡീസലറേഷൻ. എങ്ങനെ ആയാലും കുഴപ്പമില്ല. അതായത് സ്പീഡിൻ്റെ റേറ്റ് എന്ത് പറ്റി? ഡിക്രീസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇനി ലാസ്റ്റ് സെറ്റ് ഇ ടു എഫ്. എഫിലതാണ് ഫൈനൽ 0 മീറ്റർ പെർ സെക്കൻഡും ഇയിലത് ഇനിഷ്യൽ വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡും. ഇവർ തമ്മിലുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി v മൈനസ് യു എന്ന് പറയുന്നത് എത്രയാണ്? -6 മീറ്റർ പെർ സെക്കൻഡ്. ടൈം ഇൻ്റർവൽ ആസ് യൂഷ്വൽ 5 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആക്സിലറേഷൻ v മൈനസ് യു ബൈ ടി എന്ന് പറയുന്നത് -1.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അല്ലാന്നുണ്ടെങ്കിൽ ഡീസലറേഷൻ എന്ന് പറയാം. ഡീസലറേഷൻ എത്രയാണ്? 1.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് നെഗറ്റീവ് ആക്സിലറേഷൻ, സ്പീഡിൻ്റെ റേറ്റ് കുറയുവാണ്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം അല്ലേ? നമുക്ക് യൂസ്ഫുൾ ആയിട്ട് PSCക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് PSCക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വരുന്ന പ്രോബ്ലംസ്. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ കാർ വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് ആൻഡ് അക്വയർഡ് എ വെലോസിറ്റി ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 8 സെക്കൻഡ്? നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഇൻ ബിറ്റ്വീനുള്ള ടൈം തന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യനിലുള്ളൊരു ഹിൻ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഇനിഷ്യൽ വെലോസിറ്റി? 0. അപ്പോൾ u is equal to 0, v is equal to 40 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ടൈം എത്ര തന്നിട്ടുണ്ട്? സെക്കൻഡ്സ് അല്ലേ? പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്ന സിമിലർ പ്രോബ്ലം തന്നെ ടൈം 5 സെക്കൻഡായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാവുന്ന. അപ്പോൾ 8 സെക്കൻഡിലുള്ള പ്രോബ്ലം നിങ്ങളൊരു വർക്കായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, റിസൾട്ട് കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 5 എടുക്കാൻ നേരത്ത് v മൈനസ് യു ബൈ ടി എന്ത് കിട്ടും? 40 മൈനസ് 0. ടൈം ഇൻ ബിറ്റ്വീൻ എത്രയാണ്? 5 സെക്കൻഡ്സ് ആണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ എടുക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ അത് 8 ഇട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 40/5 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കാർ ട്രാവൽ ദ ഫസ്റ്റ് 400 ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 8 മീറ്റർ പെർ സെക്കൻഡ്, the next 1200 meter with a speed of 12 meter per second, and the last 360 meter with a speed of 12 meter per second. Calculate the average speed of a car. അപ്പോൾ നമുക്ക് 3 പാർട്ടായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് 400 മീറ്റർ ട്രാവൽ ചെയ്തിരിക്കുന്നത് 8 മീറ്റർ പെർ സെക്കൻഡ്, അടുത്ത 1200 മീറ്റർ 12 മീറ്റർ പെർ സെക്കൻഡ്, ആൻഡ് ലാസ്റ്റ് 360 മീറ്റർ എത്രയാണ്? 12 മീറ്റർ പെർ സെക്കൻഡിലുമാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് ആവറേജ് വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ 3 ഡിസ്റ്റൻസിനും എടുത്തിട്ടുള്ള വെലോസിറ്റി നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഫോണൊന്ന് മൂവ് ചെയ്ത് ഞാൻ പെട്ടെന്ന് അറിഞ്ഞില്ല, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ഇത് 3ഉം നോട്ട് ചെയ്യാം അല്ലേ? ഈ കേസ് നമ്മൾ നോട്ട് ചെയ്ത ശേഷം നമുക്ക് അറിയേണ്ടത് ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം, പക്ഷേ ടോട്ടൽ ടൈം ഇവിടെ തന്നിട്ടില്ല. പകരം എന്താണ് തന്നിരിക്കുന്നത്? ഓരോ കേസിലെയും വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് തന്നെ ടൈം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി, അതാണ് അതിൻ്റെ ഇക്വേഷൻ. അതായത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ് വെലോസിറ്റി. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പോൾ ഓരോ കേസിലും 400/8, 1200/12, 360/12. അങ്ങനെ ഇൻഡിവിജ്വൽ ടൈം നമുക്ക് എത്ര കിട്ടും? 400/8 എന്ന് പറയുമ്പോൾ 50 സെക്കൻഡ്സ്, നെക്സ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ 100 സെക്കൻഡ്സ്, ലാസ്റ്റ് വൺ എത്ര കിട്ടി? 30 സെക്കൻഡ്സ്. ഇത് 3ഉം കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസും ആവും, ടോട്ടൽ ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. ആദ്യം നമുക്ക് ടോട്ടൽ ടൈം നോക്കാം. എത്രയാണ്? 50 + 100 + 30, 180 സെക്കൻഡ്സും. ടോട്ടൽ ഡിസ്റ്റൻസ് 400 + 1200 + 360, 1960 മീറ്റേഴ്സുമാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1960/180. അപ്പോൾ നമ്മൾ സീറോസ് കട്ട് ചെയ്തു. ആൻഡ് എഗെയിൻ 80ൻ്റെ ടേബിൾ നമ്മൾ നോക്കുവാണ്. നമ്മളങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് എന്ത് കിട്ടും? അല്ലേ, 80ൻ്റെ
10 × 18 എന്ന് പറയുന്നത് 180 ആണ്, ബാക്കി 16 വരുന്നുണ്ട്. അപ്പോൾ 10.16 വരാൻ നേരത്തെ എത്ര പ്രാവശ്യം വരും? നമ്മളൊരു പോയിൻ്റ് ഇട്ട് 0 ആഡ് ചെയ്യാൻ നേരത്ത് 160 ആവും. പോയിൻ്റ് ഇടാൻ നേരത്ത് 10.8 m/s. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഡിവിഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ചുമ്മാ ഡിവൈഡ് ചെയ്ത് നോക്കിയാലും മതി, നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. നമ്മൾ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് യൂണിറ്റ് കമ്പൽസറി ആയിട്ടും എഴുതുക. ഇവിടുത്തെ യൂണിറ്റ് എന്താണ്? m/s. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ത് കിട്ടി? 10.8 m/s. അപ്പോൾ ഈ ആവറേജ് വെലോസിറ്റിയുടെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ബൈ ഹാർട്ട് ആക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇനി നെക്സ്റ്റ് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എ കാർ ട്രാവൽസ് ഹാഫ് ഓഫ് എ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 30 m/s ആൻഡ് ദ റിമൈനിങ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 90 m/s. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ്. സിമിലർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടില്ല? ഡിസ്റ്റൻസ് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്താണ് ക്ലൂ തന്നിരിക്കുന്നത്? ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ A, B, C എന്ന് പറയുന്ന പോയിൻറ്റ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തു. A to B X മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും, B to Cയും X മീറ്റർ ഡിസ്റ്റൻസ്, കാരണം ഈക്വൽ ഡിസ്റ്റൻസ് ആണല്ലോ. ഇനി 30 m/s ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിൽ 90 m/s ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. A to B ഹാഫ് ഡിസ്റ്റൻസ് 30 m/s ഹാഫ് ഡിസ്റ്റൻസ് 90 m/s ട്രാവൽ ചെയ്തു. അപ്പോൾ A to B എടുത്ത ടൈം എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് ഞാൻ X എന്ന് വിളിക്കുന്നതുകൊണ്ട് X/30. ഇനി B to C എന്താണ്? X/90, കാരണം അവിടുത്തെ വെലോസിറ്റി എന്താണ്? 90 ആണ്. പക്ഷേ രണ്ട് കേസിലെയും ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്, X ആണ്. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടും അല്ലേ? ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? X + X 2X ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസും കിട്ടി, ടോട്ടൽ ടൈമും കിട്ടി. അപ്പോൾ ടോട്ടൽ ടൈം നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. X/30 + X/90. അപ്പോൾ ഇതൊരു ഫ്രാക്ഷണൽ ഫോമിലാണ്, നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് 90 × X + 30 × X ഓൾ ഡിവൈഡഡ് ബൈ 90 × 30. നമ്മൾ സിമ്പിൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണ്. അപ്പോൾ 90 × 30 എന്ന് പറയുന്നത് 2700. അതായത് 9 × 3 കഴിഞ്ഞിട്ട് 2 zeros ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ടോട്ടൽ എത്ര X ഉണ്ട്? 90X + 30X എത്ര കിട്ടി? 120X/2700 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മുടെ ആവറേജ് കാണാൻ പോവാണ്. ആവറേജ് കാണുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് 2X ഡിവൈഡഡ് ബൈ 120X/2700, അതായത് ടോട്ടൽ ടൈം. അപ്പോൾ എന്ത് പറ്റി? നമ്മൾ ഡിവിഷൻ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും? റെസിപ്രോക്കൽ എടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? നമ്മുടെ 2Xും നമ്മുടെ 120Xും കട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടും? 60 കിട്ടും അല്ലേ? എഗെയിൻ നമ്മൾ ഇനി സീറോസ് കട്ട് ചെയ്യുന്നു. അറ്റത്തെ സീറോസ് കട്ട് ചെയ്തു. ബാക്കി 270/6. 270/6 എന്ന് പറയുന്നത് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാമല്ലോ. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് അറൗണ്ട് 45, ഞങ്ങളുടെ മിസ്റ്റേക്ക് പറ്റിയതാണ്, 45 ആണ്. 45 m/s എന്നാണ് നമുക്ക് ആവറേജ് കിട്ടുക. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ക്രോസ് മൾട്ടിപ്ലിക്കേഷനും കുറച്ച് എക്സിൻ്റെ യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നാൽ കൺഫ്യൂഷൻ ആവേണ്ട ഒരാവശ്യമില്ല. ക്വസ്റ്റ്യൻ നന്നായി വായിച്ചിട്ട് ഹിൻഡ് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ 3 പേരുടെ ട്രാവലിംഗ് ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് ആൾ ട്രാവൽ ചെയ്യുന്നതെന്ന് പറയുന്നത് സർക്കുലർ പാത്തിലാണ് കേട്ടോ. 3 പേരും ട്രാവൽ ചെയ്യുന്നത്. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ എൻഡ് ചെയ്തു. ഇനി സെക്കൻഡ് ആൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്ത് ബിയിലെത്തി. തേർഡ് ആൾ അതിൻ്റെ ഹാഫ് ഒരു ക്വാർട്ടർ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് സി എന്ന് പറയുന്ന പോർഷനിലെത്തി. ഇനി നമ്മൾ ആ സർക്കുലറിൽ കാണിച്ചിരിക്കുന്നത് ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6ഉം പിന്നെ ആ ഒരു കോഡ് എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈയുമാണ്, കോഡിൻ്റെ ഡിസ്റ്റൻസ്. അപ്പം ഫസ്റ്റ് ആളിൻ്റെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയായിരിക്കും? എയിൽ നിന്നും എയിലേക്ക്. അപ്പോൾ അതിൻ്റെ സർക്കംഫറൻസ് സർക്കിളിൻ്റെ 2πr. ഇനി ബി വരെ ഉള്ളതാണെങ്കിലോ അതിൻ്റെ ഹാഫ് അല്ലേ, മൊത്തം സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ ഹാഫ് 2πr/2, അതായത് πr. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ലാസ്റ്റ് ആളെന്ന് പറയുന്നത്
ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നിരിക്കുന്നത് അതിൻ്റെ 1/4 ഈ ഫുൾ സർക്കിളിനെ 4ആയിട്ട് ഭാഗിച്ചതിൽ ഒരു പാർട്ട് മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്ത് കിട്ടി? 2πr/4, അതായത് πr/2. അപ്പോൾ ഈ പ്രോബ്ലം കാണുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ, അതായത് സർക്കിളിൻ്റെ ആ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? 2πr ആണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യാം. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 0 ആയിരിക്കും. ഇനി ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുമ്പോഴോ, അതെന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിൻ്റെ ഡയമീറ്റർ അല്ലേ, അതായത് r+r 2r. ഇനി സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുമ്പോഴോ, അതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇനിഷ്യൽ പോയിന്റ് മൈനസ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ കോഡല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അത് നമുക്ക് ആ കോഡിൻ്റെ ഡിസ്റ്റൻസ് y എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കാര്യം നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ഇതുപോലെ ട്രിക്കി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ആസ് യൂഷ്വൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു ആൾ.